പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനകാലം സംഭവബഹുലമാണ്. നരവനെ വിവാദത്തിനും വ്യാപാര കരാറിനും പിന്നാലെ ഈ സമ്മേളന കാലയളവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ നീക്കം കൂടി ചർച്ചയാവുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. 8 പ്രതിപക്ഷ എംപിമാരെ ബജറ്റ് സമ്മേളന കാലം മുഴുവൻ സസ്പെൻഡ് ചെയ്തു. വനിതാ എംപിമാർക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തി. ഇങ്ങനെ പക്ഷപാതപരമായ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ തർക്കത്തിൽ സമവായ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് നീക്കം. അവിശ്വാസ നോട്ടീസ് പരിഗണിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് തൽക്കാലം സഭയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സ്പീക്കർ ഓം ബിർളയുടെ തീരുമാനം. അതിനിടെ മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാം പരിശോധിക്കാം. ആദ്യം RDX റാപ്പ്. സമവായ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗിന് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് കൈമാറി. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ഗൌരവ് ഗൊഗോയ്, മുഹമ്മദ് ജാവേദ് എന്നിവർ ചേർന്നാണ് നോട്ടീസ് സമർപ്പിച്ചത്. 118 എംപിമാർ ഒപ്പുവെച്ച നോട്ടീസിൽ പാർലമെന്റിലെ ജനാധിപത്യ അവകാശം സ്പീക്കർ നിഷേധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ എംപിമാരെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നെന്നും ആരോപിക്കുന്നു. നോട്ടീസ് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് സ്പീക്കർ നിർദ്ദേശം നൽകി. ഇന്നും പ്രതിപക്ഷം ലോക്സഭയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തി. സഭാ നടപടികൾ തടസ്സപ്പെട്ടതോടെ സഹകരിക്കാത്ത പ്രതിപക്ഷ നടപടിയെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. പ്രതിപക്ഷത്ത് നിന്ന് ബജറ്റ് ചർച്ചയുടെ ഭാഗമായ ശശി തരൂർ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത്. കേന്ദ്ര ബജറ്റിൽ കർഷകരെ പരിഗണിച്ചില്ലെന്നും കേരളത്തെ തഴഞ്ഞെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. അതിനിടെ എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത ആത്മകഥയുടെ പതിപ്പ് ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ച് ഡൽഹി പോലീസ് കേസെടുത്തതോടെ വിവാദം പുതിയ തലത്തിലേക്ക് കടന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. സ്പീക്കറും പ്രതിപക്ഷവും തമ്മിൽ ഉടക്കിലാണ്. അതിങ്ങനെയാണ്. ഭരണഘടനാ ആർട്ടിക്കിൾ 94C പ്രകാരമാണ് സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷം 14 ദിവസം മുമ്പ് നൽകിയാലേ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് പരിഗണിക്കൂ എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചട്ടം. കുറഞ്ഞത് 100 എംപിമാർ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കണം എന്നതാണ് നിബന്ധന. സഭയിലെ യഥാർത്ഥ അംഗബലത്തിന്റെ ഭൂരിഭാഗം പേരും എഫക്റ്റീവ് മെജോറിറ്റി പ്രമേയത്തെ അനുകൂലിക്കണം എന്നും ചട്ടത്തിലുണ്ട്. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സ്പീക്കർക്ക് സഭാ അധ്യക്ഷനാകാൻ കഴിയില്ല. അദ്ദേഹത്തിനെതിരായുള്ള അവിശ്വാസ പ്രമേയം വരുമ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്പീക്കർക്കും വോട്ട് ചെയ്യാം. എന്നാൽ കാസ്റ്റിംഗ് വോട്ടിന് അദ്ദേഹത്തിന് അധികാരം ആ സാഹചര്യത്തിലില്ല. ഇതാണ് അതിന്റെ വ്യവസ്ഥ. മോദി സഭയിൽ വന്നാൽ ഇടപെടാൻ ലക്ഷ്യമിട്ടു എന്ന സ്പീക്കറുടെ ആരോപണം തള്ളി പ്രതിപക്ഷ എംപിമാർ ഇന്ന് രംഗത്ത് വന്നു. ഭീഷണിയല്ല, ഭയം കാരണമാണ് പ്രധാനമന്ത്രി സഭയിൽ എത്താതിരുന്നത് എന്നാണ് വനിതാ എംപിമാർ ഇന്ന് പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള എംപിമാർ ആരോപണം നിഷേധിച്ചുള്ള കത്ത് സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തു. അത് രേഖാമൂലമാക്കി. ജ്യോതി മണി, R സുധ, വർഷ ഗെയ്ക്വാദ്, ജ്യോത്സ്ന മഹന്ത് എന്നിവരാണ് കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്ന എംപിമാർ. കോൺഗ്രസിനെയും രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുലിനെയും കോൺഗ്രസിനെയും രാഷ്ട്രീയത്തിൽ നിന്ന് ഇംപീച്ച് ചെയ്യാൻ തന്നെ സമയമായി എന്നാണ് BJP ഇതോട് പ്രതികരിച്ചത്. സ്പീക്കറോടുള്ള ഇംപീച്ച്മെന്റിനെതിരെ അവരതാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ജോർജ് സോറോസിന്റെ കൂടെ നിന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് പതിവ് പോലെ ഇത്തരം ഘട്ടങ്ങളിൽ ജോർജ് സോറോസിന്റെ പേര് പറഞ്ഞാണ് അവരുടെ ആക്രമണം. സ്പീക്കറുടെ പക്ഷപാതം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ പ്രതിപക്ഷ നീക്കങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയങ്ങളൊന്നും ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളിടത്തോളം സ്പീക്കറെ പുറത്താക്കാൻ സാധിക്കില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആദ്യ സ്പീക്കർ GV മാവ്ലങ്കർക്കെതിരെ തന്നെ 1954 പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ആദ്യത്തെ സ്പീക്കർക്കെതിരെ തന്നെ 1966 സ്പീക്കർ സർദാർ ഹുക്കും സിംഗിനും 1987 ബൽറാം ഝാഖറിനുമെതിരെ നോട്ടീസ് നൽകിയിരുന്നു എന്നും നമ്മൾ അറിയുന്നു. UPA കാലത്ത് സോംനാഥ് ചാറ്റർജിക്കെതിരെ NDA അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്, പാർലമെന്ററി ചരിത്രത്തിലുണ്ട്. ജഗ്ദീപ് ധൻഖർ രാജ്യസഭാ അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയില്ല എന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് അന്നത്തെ നോട്ടീസ് തള്ളിക്കളയുകയായിരുന്നു നേരത്തെ തന്നെ. ഇതിപ്പം ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നരവനെയുടെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന വിശദീകരണമാണ് പ്രസാധകരായ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നൽകിയത്. പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ അവകാശം തങ്ങൾക്ക് മാത്രമാണെന്നും ഇത് പ്രചരിക്കുന്നുണ്ടെങ്കിൽ പകർപ്പവകാശ ലംഘനത്തിൻ്റെ ഭാഗമാണ് എന്നുമാണ് പ്രസാധകരുടെ നിലപാട്. എന്നാൽ പ്രസാധകരുടെ വാദം രാഹുൽ ഗാന്ധി പൂർണ്ണമായും തള്ളി. ആമസോണിൽ പുസ്തകം ലഭ്യമാണെന്ന് നരവന തന്നെ 2023 ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. Penguin is saying something. They're saying the book is not being published. Right? The book is available on Amazon. General Naravane has tweeted, as I just read to you, that please buy my book.
And I think he tweeted that 2023. So Narawane ji, who's the army chief, who I believe over Penguin. Do you believe Penguin over Narawane ji? I believe Mr. Narawane. അതാണ് അഷ്റ. ഇതിപ്പം പാർലമെന്റിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം, ഈ നരവാനെ പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമാകുന്നത്. എന്താ തോന്നുന്നത്? അല്ല, സർക്കാരിൻ്റെ പ്രതിനിധി എന്ന മട്ടിലല്ല സ്പീക്കർ പാർലമെൻറ്റിൽ പെരുമാറേണ്ടത് എന്നത് തത്വത്തിൽ നമുക്ക് പറയാമെങ്കിലും എല്ലായ്പ്പോഴും സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് സ്പീക്കർ സഭയിൽ ചെയ്തു വരുന്നത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അങ്ങ് മുങ്ങിപ്പോകാതെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ എല്ലാ ഘട്ടത്തിലും സ്പീക്കർമാർ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും. അതിപ്പോൾ NDA ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് സോമനാഥ് ചാറ്റർജി പോലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? പലപ്പോഴും നമുക്ക് തോന്നുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആളായിട്ടാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ സോമനാഥ് ചാറ്റർജി ഇടപെട്ടിട്ടുണ്ട്. ആ പ്രതിപക്ഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പരാതിയായിട്ടുണ്ട് സോമനാഥ് ചാറ്റർജിയെക്കുറിച്ച്. അദ്ദേഹം അത് CPIഎമ്മിനുള്ളിൽ ആഭ്യന്തരമായ നടപടികൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്പീക്കർ എത്രത്തോളം നിഷ്പക്ഷനാകാൻ ശ്രമിച്ചാലും സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ എല്ലാ ഘട്ടത്തിലും സ്പീക്കർക്ക് നിർണായകമായ പങ്കുണ്ട്. സ്പീക്കർക്ക് അത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഘട്ടത്തിൽ ഇത് നേരത്തെ ഓം ബിർല ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന തരത്തിലാണോ പെരുമാറുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പണ്ട് ഡാനിഷ് അലിക്കെതിരെ BSP അംഗം ഡാനിഷ് അലിക്കെതിരെ തോന്നിയാസം പറഞ്ഞൊരു BJP അംഗം ആ ഘട്ടത്തിൽ പോലും അതിനെ ആ സമയത്ത് വിമർശിച്ചു എന്നല്ലാതെ ഒരു നടപടിയിലേക്ക് പോകാൻ അന്ന് ഓം ബിർല കൂട്ടാക്കിയില്ല. അത് മുതൽ തുടങ്ങിയതാണ്. ഓരോ ഘട്ടത്തിലും ഇദ്ദേഹം വേണ്ട രീതിയിൽ പ്രതിപക്ഷത്തോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ട അവസരം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. ഇത്തവണത്തെ ഈ സെഷൻ എടുത്തു നോക്ക്. നമ്മൾക്ക് ഈ സെഷൻ ആരംഭിക്കുമ്പോൾ എവിടെയാണ് ഈ നരവനയുടെ വിഷയം വരുന്നത്, അതിലേക്ക് ചർച്ച പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണമല്ലോ. അത് വരുന്നത് എപ്പോഴാണ്? പ്രതിപക്ഷത്തിനെതിരെ അവരുടെ രാജ്യസ്നേഹത്തെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ രാജ്യദ്രോഹികളാണ് എന്ന മട്ടിൽ തേജസ്വി സൂര്യ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രകോപനത്തിലേക്ക് പ്രതിപക്ഷം പോയി വീഴുന്നത്. പ്രതിപക്ഷം ഇതൊക്കെ പുസ്തകമൊക്കെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലാതെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുമൊന്നുമില്ല. എങ്കിൽ പോലും അവിടെയാണ് അതിൻ്റെ തുടക്കം. അത് ആ മട്ടിൽ തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. മാത്രമല്ല ഇത്തവണ സഭയിൽ കണ്ടത് തുടർച്ചയായി ഈ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ പൂർണ്ണമായി, നെഹ്റു ഗാന്ധി കുടുംബത്തെ അവഹേളിക്കാൻ വേണ്ട എല്ലാ അവസരവും ഭരണപക്ഷത്തിന് അനുവദിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. അവർക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു. പക്ഷേ അപ്പുറത്തുനിന്ന് രാഹുൽ ഗാന്ധി എഴുന്നേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒന്നാമത് ഈ നന്ദിപ്രമേയ ചർച്ചയിൽ വേണ്ട ഇടപെടൽ നടത്താൻ പ്രതിപക്ഷ നേതാവിന് വേണ്ട അവസരം കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്താണ് നമ്മൾ അതായത് ഇപ്പുറത്ത് ആക്രമിക്കാൻ ആരെല്ലാമാണ് ഉള്ളത്? രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത് ഷായുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെല്ലാം എഴുന്നേറ്റ് നേരിട്ട് നിന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നത്. ആ കൂടെ സ്പീക്കർ കൂടേണ്ട കാര്യമില്ല. പക്ഷേ സ്പീക്കർ ആ കൂടി എന്ന് തോന്നിക്കത്തക്ക സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവഹേളനത്തിലേക്കാണല്ലോ കടക്കുന്നത്. ആ അവഹേളനമെല്ലാം സഭാതലത്തിൽ നടക്കുന്നതിനൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മാത്രമല്ല ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വളരെ വിചിത്രമായിട്ട് നമുക്ക് തന്നെ തോന്നുന്നു. അതായത് വനിതാ MP-മാരെല്ലാം കൂടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയുള്ളത് വളരെ വിചിത്രമായ നിലപാടായിട്ടാണ് തോന്നി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കാലത്ത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ വനിതാ MP-മാർ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്? അപ്പം തികഞ്ഞ പക്ഷപാതപരമായ പെരുമാറ്റം അവിടെ ഓം ബിർളയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിക്ക് കാരണമായിട്ടുള്ളത്. ഇങ്ങനെ അവിശ്വാസ പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അവിശ്വാസ പ്രമേയം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ അത് വിജയിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പറയാനുള്ള പ്രതിപക്ഷത്തിന് അവരുടെ വേദനയെല്ലാം പെയ്തൊഴിയാനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. അവർക്ക് ഈ പറയാനുള്ള ആരോപണങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം കിട്ടും. ആ അവസരമായിരിക്കും നമ്മൾ പാർലമെൻറ്റിൽ കാണാൻ പോകുന്നത്. ഈ പോയിന്റുകളെല്ലാം അവർക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പുസ്തകത്തെക്കുറിച്ച് എന്ന് മിണ്ടാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പാർലമെൻറ്റ് ചലിക്കുന്നത് എങ്ങനെയാണ് സനീഷ്? അതായത് 3 വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചു പോകരുത് എന്നുള്ളത് പ്രതിപക്ഷത്തോട് നേരത്തെ കാലകൂട്ടി പറഞ്ഞിട്ടാണ്. അതായത് PM ശ്രീ ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ PM ശ്രീ ആരാണ്? പ്രധാനമന്ത്രിയാണല്ലോ. PM ശ്രീ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട. ആ കാര്യത്തിൽ ഒരു ഉത്തരവ് ഇവിടുന്ന് ഉണ്ടാവില്ല. അതായത് അത് അത്രയും ഏറ്റവും സുതാര്യമല്ലാത്ത ഒരു ഫണ്ടായി PM ശ്രീ ഫണ്ടിനെ മാറ്റിയിരിക്കുന്നു. അതുപോലെ 3 വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കരുത് എന്നുള്ളത് പറഞ്ഞ് നടക്കുന്ന ഒരു പാർലമെൻറ്റാണ്. അതായത് ആ
തീരുമാനത്തിന് ഒപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർലമെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന, എത്രത്തോളം സുതാര്യമായ പാർലമെൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർക്ക് ഇനി വീണ്ടും നരവനെയൊക്കെ ഉന്നയിക്കാൻ എത്രത്തോളം പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി നരവനയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതുകൂടി ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് പറയട്ടെ, ഇത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ്. വിചിത്രമായ വാദങ്ങളൊക്കെയല്ലേ നടക്കുന്നത്. ഒരു പുസ്തകം പെൻഗ്വിൻ ബുക്സിൻ്റെ അച്ചടിച്ച പുസ്തകം കയ്യിലിരിക്കുകയാണ്. ഇത് കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ കയ്യിലിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മേടിച്ചോളാൻ 2023 നരവനെ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി എടുത്ത് കാണിക്കുന്നത്. അത് വസ്തുതയാണല്ലോ. അതിനുശേഷം നരവനെ എന്താ പറയുന്നത്? പെൻഗ്വിൻ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. അത് പറയുമ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും എന്താണ് പറയുന്നത്? രാഹുലിനെ തള്ളി. നമ്മുടെ ഇടയ്ക്ക് ഹെഡ്ലൈൻ അങ്ങനെയാണ് പോയത്, രാഹുലിനെ തള്ളി നരവനെ. അങ്ങനെയാണോ? ഈ വിഷയമേ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പെൻഗ്വിൻ പറയുന്നു. ആ പെൻഗ്വിൻ പറഞ്ഞതാണ് ശരി എന്ന് നരവനെ പറയുന്നു. ഇത് പ്രസിദ്ധീകരിച്ചു എന്ന് ഉറപ്പിക്കേണ്ടതില്ല. പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒപ്പിച്ച സാധനമാണ് ഇത്. പ്രസിദ്ധീകരിക്കാൻ ചിലപ്പോൾ സമ്മതിക്കാഞ്ഞിട്ടാണെങ്കിലോ. ഈ ഇന്ത്യയിൽ പ്രസാധകരെ തന്നെ പൂട്ടിപ്പോയ സംഭവങ്ങളില്ലേ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട്? ഈ സർക്കാരിൻ്റെ കാലത്ത്, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസാധകർ തന്നെ പൂട്ടി പോയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് രാജ്യത്ത് നടക്കുന്നത്. ഇതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഡൽഹി പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്താണ് ഈ പുസ്തകം? ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഇതൊരു ഗൂഢാലോചനയാണ്, പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു എന്നുള്ളത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ട് അതേക്കുറിച്ച് അന്വേഷണം വേറെ നടക്കുകയാണ്. ശരി, ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രതിരോധ മന്ത്രാലയം അനുമതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പോയിന്റ് മാത്രമേ അവിടെ നിലനിൽക്കുന്നതുള്ളൂ. ബാക്കി ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഇത് പുള്ളി എഴുതിയതുമാണ്, അതിനെ അധികരിച്ച് കാരവാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അത് പ്രതിപക്ഷം സർക്കാരിന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം എന്താ? ഇന്ത്യയുടെ ഭൂമി, അതായത് എല്ലാ കാലവും പ്രതിപക്ഷം സർക്കാർ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ ഉന്നയിക്കുന്ന, ഇവരെല്ലാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂടിയത് വരെ നെഹ്റു കാരണമാണല്ലോ. അപ്പോൾ ആ കാരണങ്ങളിൽ തുടക്കം എവിടെയാണ്? ചൈനയ്ക്ക് ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ യുദ്ധത്തിൽ ചൈനയ്ക്ക് ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അവിടെ മുതലാണ് നെഹ്റുവിനെ പിടിച്ചത്. അതിനിപ്പുറം ഈ തൊട്ടടുത്ത കാലത്ത്, ഈ സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ചൈന കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല, ചൈന ഭൂമി കൊണ്ടുപോയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സൈന്യത്തെ ഇരുട്ടത്ത് നിർത്തി എന്നുള്ളതാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ ശേഷിയുള്ള ഭരണകൂടം ഇല്ലായിരുന്നു എന്ന് കരസേനാ മേധാവി പറയുന്നു എന്നാണ് പുസ്തകത്തിലുള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതാണ് കാരവൻ പ്രസിദ്ധീകരിച്ചത്. അത് ചർച്ച ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം രാജ്യസ്നേഹം ഏതാണ്ട് പൂർണ്ണമായിട്ടും മൊത്തക്കച്ചവടം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു വിഷയം വരുന്നത് അവർക്ക് താല്പര്യപ്പെടില്ല. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു കാര്യം, ഇപ്പം നാട്ടുകാർക്ക് മുന്നിൽ വെളിവായൊരു കാര്യം എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രശ്നവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് പാർലമെന്റിൽ എഴുന്നേറ്റുന്ന ഉടനടി പ്രതികരണമാണ്. അതായത് അത് ആരാ പ്രതികരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴികെ ബാക്കി അമിത്ഷാ തൊട്ട് ഇങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചാടി എഴുന്നേറ്റ് പ്രതികരിക്കും. അതായത് ഉടനടി പ്രതികരണം എന്നത് രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികളോടുള്ള ആ ഉടനടി പ്രതികരണം രാജ്യത്തിന് പുറത്തുള്ള നമ്മുടെ ഭൂമി പിടിച്ചെടുക്കാൻ വരുന്ന ചൈനയോടില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ട്രംപ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അതിര് കടന്നിട്ട് എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞു. നമ്മളും പാകിസ്ഥാനുമായിട്ടൊരു വലിയ യുദ്ധം ഉണ്ടായപ്പോൾ, ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനകത്ത് പോലും ഇയാൾ കടന്നു കയറിയിട്ട് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരക്ഷരം ഉടനടിയല്ല, പിന്നാലെ പോലും പ്രതികരിക്കാൻ നമ്മുടെ ഭരണ നേതൃത്വം തയ്യാറായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പോലും പറഞ്ഞിട്ടില്ല. ഈ ട്രേഡ് ഡീൽ സംബന്ധിച്ച് ഇയാൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞു. നമ്മുടെ സർക്കാർ, പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് കാണിച്ചു കൊടുക്കാനുള്ളൊരു വർത്തമാനം ട്രംപിനെതിരെ പേര് പറഞ്ഞായിട്ട് നമ്മൾ കേൾക്കുന്നേയില്ല. ചൈനയിൽ അതോട് ചേർത്തിട്ടാണ് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ച ആളുകൾ കാണുക. ചൈനയിൽ ഇത്ര ഗാൽബൻ സംഘർഷത്തിൽ ഇത്രമാത്രം വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ പട്ടാള മേധാവി വിളിച്ച് ചോദിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, മിണ്ടുന്നില്ല. സമയമെടുത്ത് ഉചിതമായ തീരുമാനം എടുത്തുള്ളൂ എന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ ചർച്ചയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു തോന്നിയതുപോലെ ചെയ്യൂ എന്ന് നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഉചിതമായ തീരുമാനം എടുത്തോളൂ എന്നാണ് പറഞ്ഞതെന്ന് ശങ്കൂട്ടി ദാസ് തിരുത്തി. എനിക്കത് തെറ്റൊന്നും തോന്നുന്നില്ല, ശരിയാണ്. രണ്ടും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഉചിതമായത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് ആകപ്പാടെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണുന്ന മനുഷ്യർക്ക് മുമ്പിൽ സംഭവിച്ചത് എന്താണ്? ട്രംപിനോടും ചൈനയോടും ഉടനടി പ്രതികരണമില്ല. നിരവധി സമയം എടുത്തിട്ട് ശരിയായ കാര്യം എന്തെങ്കിലും ഉത്തരവാദിത്തോടെ പറയാൻ പട്ടാള മേധാവിയോട് പോലും പറയാൻ തയ്യാറാകുന്നില്ല ഈ സർക്കാർ എന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസും പ്രതിപക്ഷവും പാർലമെൻറ്റിനകത്ത് ഈ രാജ്യത്ത് തന്നെയുള്ള ആളുകൾ, ഈ രാജ്യസ്നേഹികളായിട്ട് തന്നെയുള്ള ഇവിടെ നിന്ന് ജനം തെരഞ്ഞെടുത്തിട്ട് പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ ഉടനടി പ്രതികരണമാണ്. ഇവിടെ രാഷ്ട്രീയ എതിരാളികളോടുള്ള ഉടനടി പ്രതികരണം, അവിടെ പക്ഷേ രാജ്യത്തിൻ്റെ തന്നെ എതിരാളികളോട് ഒരു പ്രതികരണവുമില്ല. ഈ വൈരുദ്ധ്യം
വ്യക്തമാക്കാനായി എന്നതാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അവിടെ കോൺഗ്രസും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇത് ഹർഷ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായ സംഭവ വികാസം എന്താണ്? അതായത് ഇത് പറയുമ്പോൾ BJP അനുഭാവികളായിട്ടുള്ള ആളുകൾ മുഴുവൻ എന്നെ പരിഹസിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി വളരുന്നു. രാഹുൽ ഗാന്ധി ഇവരുടെ മുമ്പിൽ ഒരു വലിയ ശല്യക്കാരനായിട്ട് വളരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി പപ്പു എന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളിയിരുന്ന ആളായിരുന്നു. പപ്പു എന്ന് വിളിക്കില്ല. ഇപ്പം പപ്പു എന്ന് വിളിയേയില്ല. എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പം പപ്പു എന്ന് വിളിയേയില്ല. ഇപ്പം ഇയാൾ എഴുന്നേറ്റ് നിന്നാൽ ഇയാൾ വർത്താനം പറയരുത്. വർത്താനം പറഞ്ഞാൽ ക്ഷീണാണെന്നാണ് ഈ പറയുന്ന സർക്കാരും മറ്റും വിചാരിക്കുന്നത്. ഇയാൾ വർത്താനം പറഞ്ഞാൽ ക്ഷീണാണ്. അപ്പോൾ ചാടി എഴുന്നേൽക്കുന്ന ആരാണ്? ഇയാളെ പപ്പു എന്ന് ഇത്രയും നാളും വിളിച്ചുകൊണ്ടിരുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കളായിട്ടുള്ള അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള ആൾ ചാടി എഴുന്നേൽക്കുക. മിണ്ടരുത്, നിങ്ങൾ മിണ്ടാൻ പാടില്ല. പുസ്തകം ഹർഷം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, പുസ്തകം പബ്ലിഷ് ചെയ്തോ ഇല്ലയോ എന്നത് ആ വഴിക്ക് നടക്കട്ടെ. പുസ്തകത്തിനകത്തുള്ള വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും വർത്തമാനം പറയാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞോ? ഇതുവരെ ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ പുസ്തകം പെൻഗ്വിൻ പറയുന്നു ഇത് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പ്രീ പബ്ലിക്കേഷൻ്റെ പരസ്യം കൊടുത്തതാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഹർഷൻ നേരത്തെ പറഞ്ഞു ആകാർ പട്ടേലിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അതിൻ്റെ പേര് എൻ്റെ നാക്കിലിപ്പോൾ വരുന്നില്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ആ പബ്ലിഷിംഗ് ഹൗസിനെ പൂട്ടിപ്പോയത് ഈ കാരണം കൊണ്ടാണെന്ന് ആകാർ പട്ടേൽ അടക്കമുള്ള ആളുകൾ ഈ മോദി വിമർശകർ അക്കാലത്ത് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ മെറ്റ നടപടിയെടുക്കുന്ന ഇതുകൊണ്ടാണ് എന്ന് രാഷ്ട്രീയ പ്രതിപക്ഷം പറയുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് പുസ്തകമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പോട്ടെ. ഇനി പുസ്തകവുമായി ബന്ധപ്പെട്ട് കാരവൻ മാഗസിനിലേക്ക് ഒരു സംഗതി വന്നു. അത് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പാർലമെൻറ്റ് പറയുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഇത് നരവാനെ കള്ളം പറയുകയാണ്. ഞാനും നരവാനയും തമ്മിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് രാജ്നാഥ് സിംഗിന് പറയാൻ പറ്റുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആരാണ് നരവാനെ ഹർഷ? 19 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാളം എന്നുള്ള സംവിധാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ അലങ്കരിച്ച ആളാണ് ഈ MM നരവാനെ. അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയും ഈ സംവിധാനത്തിൻ്റെ പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നും രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കള്ളമാണ് എന്ന് പറഞ്ഞ് അബ്രപ്റ്റായിട്ട് അടച്ചില്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇതെടുത്തിട്ട് പുസ്തകം പിറ്റുന്നത് കയ്യും വീശി വരാനാണ് പറ്റുന്നത്. ഞാൻ എൻ്റെ പട്ടാള മേധാവിയെ ആയിരുന്ന ആളെ വിശ്വസിക്കുകയാണെന്ന് ഇന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? അതായത് ചോദ്യം ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയാലും ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്താകുന്നത് എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം. ഇത് വെസ്റ്റ്ലാൻഡ് പബ്ലിക്കേഷൻ, വെസ്റ്റ്ലാൻഡ് ബുക്സ് ആണ് അടച്ചുപൂട്ടിയത്. ആ അടച്ചുപൂട്ടാനുള്ള കാരണം ഈ ആകാർ പട്ടേലിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ജോസി ജോസഫിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസാധകരാണ് വെസ്റ്റ്ലാൻഡ് ബുക്സ്. ഇത് ആമസോണിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. ഇത് 2017 ആമസോൺ മേടിച്ചത്. പെട്ടെന്ന് അടച്ചു പൂട്ടാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത്. 2022 മാർച്ച് 31 ഇത് ഇതിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത്. ഇതിനകത്ത് ഒരു കാര്യമുള്ള ഹർഷം, അതായത് ഈ ലോകത്തിൻ്റെ തന്നെ പുസ്തക ബാൻ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സൽമാൻ റുഷ്ദിയുടെ മറ്റേ സാത്താനിക് വേഴ്സസിൻ്റെ ഈ നിരോധനം. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ആ നിരോധനം നീക്കിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാൻ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊന്നിൻ്റെ നിരോധനം ഇന്ത്യയിൽ നീക്കിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ സർക്കാരാണ് ഇങ്ങനെയൊരു പുസ്തകത്തിന് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. നിരോധിച്ചു എന്ന് പറയുന്നില്ല, അനുമതി കൊടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ കാലത്താണ്. പ്രസാധകർ തന്നെ പൂട്ടി. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം? അതായത് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ എന്താ മനസ്സിലാക്കുക? അതായത് ഏറ്റവും ആളുകൾ പറയുകയും ആ ഗ്രന്ഥകർത്താവിന് വധശിക്ഷ 10-30 കൊല്ലങ്ങൾക്ക് ശേഷവും പോലും വധശ്രമം നടത്തുകയും ചെയ്ത അത്രക്ക് പ്രമാദമായിട്ടൊരു പുസ്തകത്തിൻ്റെ നിരോധനം നീക്കിയ അതേ രാഷ്ട്രീയ കാലത്ത് നിരോധിക്കപ്പെട്ടൊരു പുസ്തകത്തിനകത്ത് എന്തായിരിക്കും? നിരോധിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ നിരോധിക്കപ്പെടാൻ സമാനമായിട്ട് നിൽക്കുന്ന ഈ പുസ്തകത്തിനകത്ത് അതേക്കാൾ വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ എന്ന് ജനം സാധാരണ മനുഷ്യൻ ചിന്തിക്കും. അവിടെയാണ് ഹർഷ, അവിടെയാണ് അതിനകത്തുള്ളത് ഇന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇവർക്ക് പൊള്ളുന്നതിൻ്റെ കാര്യം അതാണ്. അതായത് അത്രമേൽ പ്രശ്നമായിരിക്കുന്നൊരു കാര്യം. ഞങ്ങളാണ് രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് BJP സർക്കാരുകൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ ഇവിടെ മിണ്ടാതിരുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ്. പക്ഷേ നിങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ എതിരാളികളോട് മാത്രം ഇങ്ങനെ വല്ലാതെ ഉടനടി വന്നിട്ട് പ്രചണ്ഡമായിട്ട് എതിർപ്പ് നടത്തുന്ന നിങ്ങൾ പക്ഷേ ഇതാ ട്രംപിനെതിരെ മിണ്ടുന്നില്ല. ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന കേസ്. അത് പറയാനായിട്ട് ഉള്ളു പൊള്ളുകയാണ്. പറയാൻ പറ്റില്ല കാരണം അത് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ല, അങ്ങനെ പറഞ്ഞാൽ ഹർഷ, അതായത് നരവാനെ ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണ്, കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഇക്കാര്യം പറഞ്ഞെങ്കിൽ നിഷേധിച്ച് കളയാം. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാം. പക്ഷേ
ഇത് നരവാനെ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ, അതായത് ഞങ്ങളാണ് പട്ടാളത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആരാധകർ എന്നാണല്ലോ ഈ BJP യുടെ ആളുകളൊക്കെ പറയുക. ആ പട്ടാളത്തിൻ്റെ തലപ്പത്തിരുന്ന, അതും അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവൻ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം അങ്ങനെയാണ്, അദ്ദേഹമാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു വാർ ഫ്രണ്ട് എന്ന് വിചാരിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഫോൺ വിളികളും അല്ലെങ്കിൽ ആശയവിനിമയവും ഏതെങ്കിലും വിധത്തിലുമൊക്കെ റെക്കോർഡിംഗ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് ശബ്ദമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നല്ല, പക്ഷേ അദ്ദേഹം വിളിച്ചു, ഞാൻ സംസാരിച്ചു പ്രതിരോധ മന്ത്രിയോടൊന്ന് പറയുമ്പോൾ അക്കാര്യം തള്ളിക്കളയാൻ 9/11 സമയത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ പിന്നീട് ആ ഡോക്യുമെൻ്ററിയിൽ, അതായത് ബുഷ് ഒരു നഴ്സറിയിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് പിള്ളേരുടെ കൂടെ. അവിടെ വന്നിട്ട് എന്തോ ഒരു ചടങ്ങിൽ അവിടെ വന്നിട്ട് ബുഷിനെ ചെവിയിൽ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ കുറച്ച് നേരത്തേക്ക് കക്ഷി അങ്ങ് ആകെ ബ്ലാങ്ക് ആകുകയാണ്. അതുപോലും വല്ലാതെ വിമർശിക്കപ്പെട്ടു. അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുന്ന ഒരു പ്രസിഡന്റ്. മാത്രമല്ല അതിനുശേഷവും അദ്ദേഹം അവിടുത്തെ പരിപാടികളിൽ തുടർന്നും പങ്കെടുക്കുന്ന കാഴ്ച കണ്ടു എന്നുള്ളത്. കാരണം അത്രയും ഗുരുതരമായൊരു സംഗതി രാജ്യത്ത് നടക്കുമ്പോൾ ഇങ്ങനെയാണോ ഒരു രാഷ്ട്ര നേതാവ് പ്രതികരിക്കേണ്ടതെന്നുള്ള ചർച്ച എവിടെ നടന്നത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു, ആ മട്ടിൽ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് നരവനയ്ക്ക് മാത്രം അറിയുന്ന കാര്യമല്ലല്ലോ, അതിനപ്പുറത്ത് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിൽ ഉത്തരവാദിത്വം എങ്ങനെയാണ്, ഒരു കൂട്ടുത്തരവാദിത്വം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ നിരന്തരം അത് എപ്പോഴും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. ഈ കരാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞോ, ഈ കരാറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മന്ത്രിമാരുടെ പ്രതികരണം വരുന്നത്? എങ്ങനെയാണ് ഓരോ മന്ത്രിമാരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞാണ്. അത് വിദേശകാര്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് കരാറിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയില്ല, ഇവിടേക്ക് എന്തൊക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നറിയില്ല, എന്താണ് തീരുവയുടെ ഘടന എന്നറിയില്ല, അദ്ദേഹം അത് കൈയൊഴിയുക. ഇപ്പുറത്ത് പീയൂഷ് ഗോയലിൻ്റെ അടുത്തേക്ക് വന്നാൽ പീയൂഷ് ഗോയൽ എനിക്കറിയില്ല എന്ന് പറയുന്ന ആ നിലയ്ക്ക് പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല, മൈക്കിന് മുന്നിൽ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് രാജ്യത്തെ അവസ്ഥ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട് തന്നെ പോകണം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടപ്പൊരിച്ചിലായി ഈ അവിശ്വാസ പ്രമേയ ചർച്ച മാറും. അതിനെ നമുക്ക് കാത്തിരിക്കാം. അതാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച അവസാനിക്കുന്നതിനാൽ രണ്ടാം ഘട്ടത്തിലാകും സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരണത്തിലേക്ക് കടക്കുക. പ്രമേയം പാസ്സാക്കാനാകില്ലെന്ന് 100% ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്ന് സ്പീക്കർ നടത്തുന്ന പക്ഷപാതപരമായ പെരുമാറ്റത്തിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ പ്രതിപക്ഷ നടപടി അടയാളപ്പെടുത്തപ്പെടും. സ്പീക്കറെ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാം, ഞങ്ങളെ പക്ഷേ നിശബ്ദരാക്കാനാകില്ല എന്ന വാചകങ്ങളേന്ത്യ ബാനറുകളുമായി പ്രതിപക്ഷ MP മാർ ഉയർത്തിയ പ്രതിഷേധങ്ങളും സ്പീക്കറുടെ ഈ പക്ഷപാതപരമായ നിലപാടുകളെ തുറന്നു കാട്ടാൻ തന്നെയാണ്.